നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പല വിധത്തിലുള്ള സ്വർണ്ണക്കടത്തുകളെ പറ്റിയുള്ള TK ഹംസയുടെ വിശദീകരണം സദസ്സിലുണ്ടായിരുന്നവരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൾകഷ്ണം. എന്താണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് കേരളത്തിൽ നടക്കണേന്ന് മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കാം. ചന്തക്കുന്നിൽ ആരും ഇല്ലേ? 5 കൊല്ലം കൊണ്ട് 150 കിലോ സ്വർണവും കേട്ടില്ലേ? കിലോ കണക്കിന് സ്വർണം കടത്തുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എയർപോർട്ടിൽ കൂടി ആരൊക്കെയോ സ്വർണം കടത്തിക്കൊണ്ട് പോയി. അല്ല ഹംസാക്ക, ഇത് നമുക്ക് സ്വർണത്തുമ്പോ മാത്രം ഒതുക്കാൻ പറ്റുമോ? 123 കോടി ഉറുപ്പിക ഹവാല പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു. കേട്ടില്ലേ? സ്വർണം മാത്രല്ലാന്ന്. അപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് നിങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാണി. എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനം. അപ്പൊ മൂപ്പരും സമ്മതിച്ചു. അല്ല ഹംസാക്ക, ഈ അൻവർ കൊണ്ടുവരുന്ന പോലെ വല്ല തെളിവുണ്ടോ നിങ്ങളടുത്ത്? ഇന്നലെ ഒരാൾ സ്വർണം കടത്തി കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട്. ഹംസാക്കിയും തെളിവൊക്കെ കൊടുത്തിക്കണ്. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അല്ല, നിങ്ങൾ ഇതൊന്നും അറിയണില്ലേ? ഹംസാക്കാന്റെ അടുത്തും അൻവറിന്റെ അടുത്തും ഒക്കെ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെ കണക്കൊക്കെ ഉണ്ടല്ലോ. നമുക്കിപ്പോ അറിയില്ല, കാരണം നമ്മളിത് കൊണ്ടുപോയി ശീലിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല. എത്ര ഹംസാക്ക പാവം. നിങ്ങൾക്ക് അറിയണമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണി. 1677 ഗ്രാം സ്വർണമാണ് കടത്തിയത്. സഖാവ് കേട്ടില്ലേ? ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് പറയാല്ലേ? ഇതിൽ നീ തരാറുണ്ടോ? അല്ല, അതിനൊരു തകരാറും ഇല്ല. ഇതിലെന്താ തരാറ്? ഹംസാക്കങ്ങളെ തകരാറൊന്ന് പറഞ്ഞു കൊടുത്താണി മൂപ്പർക്ക്. അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണമുണ്ടെന്നത്. ഏയ് വേണ്ട വേണ്ട വേണ്ട, അത് നിങ്ങൾ ഇവിടെ പറയല്ലേ. ഇപ്പൊ സഖാവ് കേട്ടില്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് എന്ന്? ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക്. അല്ല, അത് ചോദിക്ക. ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് മോശമല്ലേ ഹംസാക്ക? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേട്ടില്ല നിങ്ങള്? അത് കൊണ്ടുവരുന്ന രീതി കണ്ടിട്ട് ഹംസാക്ക തരിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ പഴയ കാലല്ല. അല്ല, പഴയ കാലല്ല. അപ്പൊ ഈ പുതിയ കാലത്ത് ഇപ്പൊ എന്തൊക്കെയാ നടക്കുക? ഈ സ്വർണം കൊണ്ടുപോകണവന്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുപോകണ ആൾക്കാരുണ്ട് അത്ര. ഇങ്ങനെ കൊണ്ടുപോകണവരെ സ്വർണം തട്ടിക്കൊണ്ടുപോവുക. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൽ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകും അത്രേ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോ തട്ടിക്കൊണ്ടുപോയെന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുണ്ട് അത്രേ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയാവുമ്പോ പറ്റൂല. എന്നാ പിന്നെ നടക്കണ കാര്യം പറയും. വിനയാന്വിതരായി ജനങ്ങൾക്കിടയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിക്കണം. അതെന്ത് പരിപാടിയാ? മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തെറ്റായ പെരുമാറ്റ രീതികളുടെ അടിമയായി മനുഷ്യൻ മാറാതിരിക്കാൻ തെളിമയുള്ള രാഷ്ട്രീയം ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിച്ച പോരായ്മകളിൽ നിന്ന് കണ്ണീരിൻ്റെ താഴ്വരയിലേക്ക് വീണുപോയിരിക്കുന്ന ദുർബലനായ മനുഷ്യൻ്റെ കൈ പിടിച്ചുയർത്തി അവൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണീർ തുള്ളി ഈ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് ഒപ്പിയെടുക്കാനുള്ള സ്വീകാര്യമായ കരങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. സഖാവ് ഇപ്പൊ പറഞ്ഞ ഈ പ്രവർത്തന രീതി മനസ്സിലാകാത്തത് കൊണ്ടാണോ അൻവർ പുറത്തു പോയത്, അതോ പറഞ്ഞു തീരുന്നതിന് മുൻപ് അൻവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.